നമസ്കാരം. എല്ലാവർക്കും ഒരു ശുഭരാത്രി ഞാൻ നേർന്നുകൊണ്ട് തുടങ്ങുകയാണ്. ആക്ച്വലി ഇന്ന് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്, ഓക്കെ, നമ്മൾ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു, എത്രമാത്രം നമ്മളുടെ ഒരു കാര്യങ്ങൾ പെർഫോമൻസ് വൈസ് നമ്മൾ എത്രമാത്രം നമ്മളെ എൻഹാൻസ് ചെയ്യുന്നു, നമ്മളെ പരിപോഷിക്കുന്നു, നമ്മൾ എന്തുമാത്രം നമ്മളെ തന്നെ കരുതുന്നു എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. ഇത് എല്ലാ ഏജുകാർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ സെഷനാണ്. ഞാനിത് മലയാളത്തിൽ, അതായത് എൻ്റെ മാതൃഭാഷയിൽ സംസാരിക്കുന്നത്. കാരണം എനിക്ക് മലയാളി ഫ്രണ്ട്സിനോട് എനിക്ക് കൂടുതൽ സ്നേഹമുണ്ട്. ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനിയാണ്. എനിക്ക് തീർച്ചയായിട്ടും ഞാനിത് നാഷണൽ ലെവലിൽ ചെയ്യും, സ്റ്റേറ്റ് ലെവലിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇത്തരം ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ളൊരു റീല്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ഏജ് ഗ്രൂപ്പും ആവട്ടെ, നമ്മളൊരു കുട്ടിയാവട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു കോളേജ് ഗോവർ ആയിക്കോട്ടെ, നമ്മളൊരു അഡൾട്ട് ആയിക്കോട്ടെ, നമ്മളൊരു എംപ്ലോയി ആയിക്കോട്ടെ, നമ്മളൊരു എംപ്ലോയർ ആയിക്കോട്ടെ, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും നമ്മളുടെ കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ പഠിക്കുന്നു, സമൂഹത്തിൽ നമ്മൾ ഒത്തിരി വ്യക്തികളെ കാണുന്നു, നമ്മൾ എന്തുമാത്രം നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു, ഗ്രഹിക്കുന്നു, മറ്റുള്ളവരുടെ അനുഭവം വഴി നമ്മൾ എന്തുമാത്രം അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു, നമ്മൾ എത്രമാത്രം നമ്മളെ തന്നെ പരിപാലിക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം നമ്മൾ തന്നെ സെൽഫ് കോച്ച് ആവുന്നുണ്ടോ, നമ്മൾ തന്നെ നമ്മളുടെ ഒരു എസ്റ്റീം, നമ്മളുടെ ഒരു മുറയിൽ നമ്മൾക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്, മാന്യതയുണ്ട്, അത് നമ്മൾ എത്രമാത്രം ഉയർത്തുന്നു? ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ആരാണ്, നമ്മളുടെ മുൻപിൽ ആരാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ എത്രമാത്രം നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അതിനകത്ത് പ്രിപ്പയർഡാണോ? നമ്മൾ എത്രമാത്രം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളുടെ ഒരു കരുത്ത് നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത് ആണ് ഇന്നത്തെ ടോപ്പിക്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ പുറത്തിൽ നിന്നും, ടെക്നോളജിയിൽ നിന്നും, സാങ്കേതിക വിദ്യയിൽ നിന്നും നമ്മൾ ഇംബൈബ് ചെയ്യുന്നു, അതായത് ഗ്രഹിക്കുന്നു. നമുക്കൊരു കൊച്ചുകുട്ടിയിൽ നിന്നും തുടങ്ങാം. പിച്ച വയ്ക്കുന്ന ഒരു കൊച്ചുകുട്ടി നമുക്ക് പറഞ്ഞു തരാത്ത വിധത്തിൽ അവർക്കും ഉണ്ടാവും, അവനോ ഉണ്ടാവും നമുക്ക് പറഞ്ഞു തരാൻ ഒത്തിരി കാര്യങ്ങൾ. മൃഗസ്നേഹിയാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങൾക്കുണ്ടാവും കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അവർ കാഴ്ചവെക്കുന്നത്. ഒരു പട്ടി അല്ലെങ്കിൽ ഒരു നായ്, അതിനും ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് അതിൽ നിന്നും ഉൾക്കൊള്ളാൻ പറ്റും. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു, നമ്മൾ പ്രകൃതി സ്നേഹികളാണോ? ദൈവത്തോട് നമ്മൾ എത്രമാത്രം ഐക്യപ്പെടുന്നു? നമ്മളിതെല്ലാം കരുതണം. ഒരു ദിവസം ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസ് തരുവാണ്, ഒരു ഉപദേശം തരുവാണ്. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ സ്ട്രെങ്ത്ത്, എനിക്ക് വീക്ക്നെസ് ഉണ്ടായത് ഞാൻ സ്ട്രെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്തു, എൻ്റെ പോരായ്മകൾ, എൻ്റെ ബലഹീനതകൾ ഞാൻ എങ്ങനെ അത് കരുത്ത് ആർജിച്ച് ഞാനത് എങ്ങനെയാണ് മുന്നേറിയത് എഴുതി വയ്ക്കുക. ഡയറി എഴുത്തുകാർ പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. പക്ഷേ ഇപ്പോൾ സാങ്കേതിക വിദ്യ കാരണം, പിന്നെ നമ്മളുടെ വാട്സാപ്പ് കാരണം, നമ്മുടെ ചാറ്റിംഗ് സെഷൻസ് കാരണം അതൊക്കെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പഴയതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. മറ്റുള്ളവർക്കൊരു ഉപദ്രവം ചെയ്യാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമ്മളെ തന്നെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത്, നമ്മളെ തന്നെ ഓർഗനൈസ് ചെയ്ത്, സമൂഹത്തിൽ നമ്മളൊരു അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡുണ്ട്, അതിൽ നമ്മൾ താരാൻ പാടില്ല. ഒരിക്കലും ഒരാളുടെ മുമ്പിൽ ബെഗ് ചെയ്യല്ല.
അവരുടെ ഒരു പ്രസൻസിന് വേണ്ടി നമ്മൾ ഒരിക്കലും ബെഗ് ചെയ്യല്ല. അത് എംപ്ലോയ്മെൻ്റ് ആയിരുന്നാലും പേഴ്സണൽ ലൈഫിലായിരുന്നാലും ബെഗ് ചെയ്യരുത്. നമ്മളുടെ മാക്സിമം ഔട്ട്പുട്ട് ഇൻപുട്സ് സഹിതം നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അത് വീട്ടിൽ നിന്ന് തുടങ്ങാം. വാല്യൂസ് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളുടെ പൈതൃക വാല്യൂസ് നമ്മൾ മറക്കാൻ പാടില്ല. അതിൽ ഫോക്കസ് ചെയ്യുക. ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ ഇംബൈബ് ചെയ്യുന്നുണ്ടോ, ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ മുഖേന മറ്റുള്ളവർക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, ഇത് നമ്മൾ ഇത്തരം രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക. നമ്മൾ ഒരിക്കലും മണി മൈൻഡഡ് ആവരുത്. കാരണം കാശ് ഇന്ന് വരും, നാളെ പോകും. ഒരിക്കലും മറ്റുള്ളവരുടെ സ്പേസിൽ കടന്നു പോകരുത്. ഒരിക്കലും നമ്മളുടെ ഒരു അതായത് നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിക്കും തോറും മറ്റുള്ളവർക്കതൊരു ഒരു ബലഹീനമായിട്ട് നമ്മൾ കാഴ്ചവെക്കരുത്. നമ്മളെ തന്നെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യുക. പാഷനറ്റ് ആവേണ്ടത് നമ്മളുടെ വർക്കിലേക്കാണ്, നമ്മളുടെ പ്രോജക്ട്സിലേക്കാണ്. നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനതിനകത്ത് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ ഇൻറ്റേർണലി നമ്മൾക്ക് അതെല്ലാം അതിജീവിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രത്തൻ ടാറ്റ സർ, അതുപോലെ തന്നെ നമുക്ക് പ്രഗത്ഭരായ മനുഷ്യരുണ്ടായിരുന്നു. ലതാ മങ്കേഷ്കർജി, ആശാ ഭോസ്ലെ, ഉഷാ ഭോസ്ലെ, ഗായികമാർ, ആർട്ടിസ്റ്റുകൾ, സിനിമാ താരങ്ങൾ, അതുപോലെ തന്നെ മെൻറ്റേഴ്സായിട്ടുള്ള ധീരുഭായ് അംബാനി, പിന്നെ അതുപോലെ ചെറിയ ചെറിയ ആൾക്കാർ, ഈവൻ നമ്മൾക്കൊരു ചെറിയ ലഘു ഭക്ഷണം തരുന്ന ഒരാൾ പോലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രചോദനം തരും. നമ്മൾ ഈ പറയുന്ന കൂട്ട് ഒബ്സർവ് ചെയ്യുക. ഒരാളെയും നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കരുത്. ഒരാളെയും നമ്മൾ അടിയറച്ച് നമ്മളുടെ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കരുത്. ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് അത് എപ്പോഴും അതിൻ്റെ ഒരു സോൾ അതോറിറ്റി നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളുടെ ഒരു ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്കൊരാൾ താക്കോൽ ഏൽപ്പിക്കുമ്പോൾ, അതായത് നമ്മളുടെ ഒരു പവർ ഏൽപ്പിക്കുമ്പോൾ, നമ്മളൊരു ഡോമിനൻസി കൊടുക്കുമ്പോൾ, സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അത് മിസ്യൂട്ടിലൈസ് ചെയ്യപ്പെടും. അത് പല രീതിയിലും മിസ്കമ്മ്യൂണിക്കേറ്റ് ആക്കപ്പെടും. പലരും അലിഗേഷൻസ് ത്രൂ കടന്നു പോകുന്നവരാണ്. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഒരുപാട് പേര് നമ്മളെ അലിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കും, നമ്മളെ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ അതിലൊന്നും റെസ്പോണ്ട് ചെയ്യരുത്. നമ്മളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈലൻസ്. പിന്നെ ഒരുപാട് സൈലൻസ് ആവരുത്. നമ്മൾ വാദിക്കേണ്ടത് നമ്മളുടെ ഒരു റൈറ്റാണ്. അത് ഒരു ഡിഫെൻസീവ് മോഡിൽ നമ്മൾ തന്നെ നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി വാദിക്കുന്നു, മാലാഖമാരും എല്ലാം. ഞാൻ കുറച്ച് സ്പിരിച്വൽ ആവുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് നമ്മളുടെ കൈ ഉയർത്തി, നമ്മൾ തന്നെയാണ് നമ്മളുടെ കൈ പിടിച്ച് നടത്തേണ്ടവർ. ഒരു തലങ്ങണി, ഒരു കൈ നമ്മളിങ്ങനെ താങ്ങി വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ സുഖം വേറെയാണ്. ആ കൈ മാറുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും എന്താണ്, ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഒരാൾ എപ്പോഴും നമുക്ക് അവരുടെ സപ്പോർട്ട് കാണില്ല. ഹൗസ് വൈഫ്സിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, സെൽഫ് സഫിഷ്യൻ്റ് ആവുക. നമ്മൾ ഈ പറയുന്ന തൊട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഡിപ്പെൻഡൻസി വരുമ്പോൾ നമ്മൾ ഹംബിൾനെസ് കാണിക്കുക. നമ്മൾ ആ ഒരു വ്യക്തി റിയലൈസ് ചെയ്യണം. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തി നമ്മൾ പരാമർശിക്കാനോ അല്ലെങ്കിൽ അതിനെ പുച്ഛിച്ച് അവരെ താഴ്ത്താനോ അല്ല എന്നുള്ള റിയലൈസേഷൻ നമ്മൾ ഒരാൾക്ക് കൊടുക്കുക. ഇതാണ് ഞാൻ കൺവേ ചെയ്യാൻ വരുന്ന ഒരു തോട്ട്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരുന്ന കുട്ടികളാണ്, വളരുന്ന ജനറേഷനാണ്. ഇന്നത്തെ ഒരു കാലഘട്ടം ഒത്തിരി മാറിക്കഴിഞ്ഞു. കുട്ടികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മിക്ക കേസും സൂയിസൈഡ് ലെവൽസാണ്. ഇതേ കുട്ടികൾ നാളെ മുതിർന്നവരായി ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ടോക്സിക് റിലേഷൻഷിപ്പാണ്
നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, നമ്മൾ മാക്സിമം നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്തു എങ്കിൽ പ്ലീസ് വാക്ക് ഓഫ് സൈലൻ്റ്ലി ആൻഡ് ഹംബ്ലി, ബട്ട് മേക്കിംഗ് ദ അതർ പേഴ്സൺ റിയലൈസ് ദാറ്റ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു യുവർ ഓൺ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് ഡ്യൂ ടു പോയിൻ്റ് ഔട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഒരു ഉൾക്കാഴ്ച അവർക്ക് കൊടുക്കുക. അവർ അത് ചിന്തിച്ച് അവരത് മേ ബി അനദർ പേഴ്സണുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരത് ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, നമ്മളെല്ലാവരും ഈ പറയുന്ന കൂട്ട് അത്യാവശ്യം ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും. അത് നമ്മൾ നല്ലപോലെ അധ്വാനിച്ച് മറ്റുള്ളവരുടെ ഇവനൊരു തുണ്ട് പേന പോലും അല്ലെങ്കിൽ ഒരു രൂപ പോലും മേടിച്ചു കഴിഞ്ഞാൽ വി ആർ അക്കൗണ്ടബിൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഇപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ വന്നു പോയി, നിങ്ങൾ ഭയങ്കര ചങ്കത്തിയും ഹീറോയിൻസ് ലവേഴ്സ് ഒക്കെയാണ് ആയിക്കോട്ടെ. നാളെ ഒരു കാലത്ത് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഈ ഗിഫ്റ്റ്സ്, നിങ്ങൾ ഈ കാര്യങ്ങൾ, ഇതെല്ലാം ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ വിചാരിക്കും, ഓഹ് ഞാനെന്തുമാത്രമൊക്കെ കൊടുത്തു അവൾക്ക്, ഞാനെന്തുമാത്രം അവന് കൊടുത്തു, എന്നിട്ടോ ഇപ്പോഴും ഒരിക്കലും അത് അവരത്. അല്ലെങ്കിൽ നമ്മളത് പോട്ടെ എന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യുക. ഒരു പ്രതിഫലം നമ്മൾ കിട്ടുമ്പോൾ നമ്മൾക്ക് എന്താ കൊടുക്കാൻ പറ്റുന്നത്. ഡോണ്ട് ബി ടേക്കേഴ്സ് ഇൻ ലൈഫ്. ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരു കുട്ടി 8th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് മുതൽ റിയലൈസ് ചെയ്യേണ്ടതാണ്. ആ കുട്ടിക്ക് വീട്ടിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ മെച്യൂർഡ് ആവുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞോട്ട് നമ്മൾ തളരാൻ പാടില്ല, മുന്നോട്ട് പോവുക. ഫിനാൻഷ്യലി അഗ്രസീവായിട്ട് ഓവർ അഗ്രസീവ് ആവില്ല, പക്ഷേ ഫിനാൻഷ്യലി നമ്മൾ അഗ്രസീവായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയി പറ്റും, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു ടെക്നിക്കൽ നോ ഹൗ നമ്മളത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാം.